ഓഡിയൻസിനെ കൃത്യമായി എൻഗേജ് ചെയ്യിക്കാനും അവരുമായി ഒരു കോൺവെർസേഷൻ തുടങ്ങി വെക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നമ്മളെ സഹായിക്കും. ഓഡിയൻസിനെ അട്രാക്ട് ചെയ്യാനും എൻഗേജ് ചെയ്യാനും ഒക്കെ നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള കോണ്ടന്റുകൾ ഉണ്ടാക്കുകയും അവ ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതിനാണ് കോണ്ടന്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളുടെ പേജിലേക്കുള്ള ട്രാഫിക് കൂട്ടാനും അതുവഴി സെയിൽസ് കൂട്ടാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു പവർഫുൾ സ്ട്രാറ്റജി തന്നെയാണ് ഈ പറയുന്ന കോണ്ടന്റ് മാർക്കറ്റിംഗ്. എങ്ങനെയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു കോണ്ടന്റ് മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. കോണ്ടന്റ് മാർക്കറ്റിംഗിനായി നമ്മൾ ഉപയോഗിക്കുന്ന കോണ്ടന്റുകൾ ഇപ്പോൾ പല രൂപത്തിലും വരാം. ബ്ലോഗ് പോസ്റ്റുകൾ, സോഷ്യൽ മീഡിയ അപ്ഡേറ്റുകൾ, വീഡിയോകൾ, പോഡ്കാസ്റ്റുകൾ, അങ്ങനെ പല തരത്തിലുള്ള ഫോർമാറ്റുകൾ ഉണ്ട്. അതിന് എല്ലാത്തിൻ്റെയും പ്രധാന ഉദ്ദേശം എന്നത് ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, ഇൻഫോം ചെയ്യുക അല്ലെങ്കിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. അതുവഴി നിങ്ങൾക്ക് അവരുമായി ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാനും അതുവഴി അവരുടെ ട്രസ്റ്റും ലോയാലിറ്റിയും നേടിയെടുക്കാനും സാധിക്കും. ഇനി നേരത്തെ പറഞ്ഞ കോണ്ടന്റിൻ്റെ പല ഫോർമാറ്റുകൾ നമുക്ക് കുറച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. സത്യത്തിൽ പലതരത്തിലുള്ള കോണ്ടന്റുകൾ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ആൻഡ് ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ആദ്യം തന്നെ ബ്ലോഗ് പോസ്റ്റുകളാണ്. നിങ്ങളുടെ ഓഡിയൻസിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തുക, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, പല കാര്യങ്ങളെക്കുറിച്ചും ഇൻ ഡെപ്ത് ആയിട്ടുള്ള ഇൻഫോർമേഷനുകൾ ഷെയർ ചെയ്യുക, ഇതിനൊക്കെ പറ്റിയത് ബ്ലോഗ് പോസ്റ്റുകൾ തന്നെയാണ്. പിന്നെ വരുന്നത് വീഡിയോ കോണ്ടന്റുകളാണ്. ട്യൂട്ടോറിയൽസ്, ബിഹൈൻഡ് ദ സീൻ ലോഗ്സ് പോലുള്ള കോണ്ടന്റുകൾക്ക് ഏറ്റവും പറ്റിയത് ഈ പറയുന്ന വീഡിയോ ഫോർമാറ്റ് തന്നെയാണ്. ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിക്കുന്ന സ്റ്റോറി ടെല്ലിംഗ് എലമെൻറ്റുകൾ ഇവിടെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. മൂന്നാമതായി ഇൻഫോഗ്രാഫിക്സ്. ഇൻഫോഗ്രാഫിക്സിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇൻഫോർമേഷനുകൾ പോലും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഓഡിയൻസിലോട്ടേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. നാലാമത്തേത് വരുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റുകളാണ്. അവ വളരെ ഷോർട്ടായിരിക്കും, അതേസമയം വളരെ ക്യാച്ചിയുമായിരിക്കും. ആൻഡ് ഓഡിയൻസിനെ കൃത്യമായി എൻഗേജ് ചെയ്യിക്കാനും അവരുമായി ഒരു കോൺവെർസേഷൻ തുടങ്ങി വെക്കാനും ഒക്കെ ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ നമ്മളെ സഹായിക്കും. അവസാനമായി പോഡ്കാസ്റ്റുകളാണ്. ഇതും ഓഡിയൻസുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വഴിയാണ്. ഇതുവഴി നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസൈറ്റുകൾ ഷെയർ ചെയ്യാം, ഇൻ്റർവ്യൂസ് നടത്താം, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം. ഇനി നമുക്ക് ഓഡിയൻസ് റിസർച്ച് എന്താണെന്നും അതിൻ്റെ ബേസിക്സ് എന്താണെന്നും നോക്കാം. അതായത് നമ്മളൊരു കോണ്ടന്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ അതാർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവിടെയാണ് ഓഡിയൻസ് റിസർച്ചിൻ്റെ പ്രാധാന്യം. അങ്ങനെ കൃത്യമായ റിസർച്ച് നടത്തിയാൽ മാത്രമേ നമുക്ക് ഓഡിയൻസുമായി റെസനേറ്റ് ചെയ്യുന്ന കോണ്ടന്റുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സോ ഒരു കോണ്ടന്റ് ഉണ്ടാക്കുന്നതിന് ഈ 3 ചോദ്യങ്ങൾ നിങ്ങൾ സ്വയം ചോദിക്കുക. ആരാണ് നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസ്? എന്തൊക്കെയാണ് അവരുടെ പെയിൻ പോയിന്റുകൾ, താല്പര്യങ്ങൾ, ചോദ്യങ്ങൾ? അതേപോലെ തന്നെ അവർ എത്ര സമയം ഓൺലൈനിൽ ചിലവഴിക്കുന്നുണ്ട്, എവിടെയെല്ലാം ചിലവഴിക്കുന്നുണ്ട്? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ കൃത്യമായി മനസ്സിലാക്കാം. അങ്ങനെ ഓഡിയൻസിനെ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇനി അവർക്കുള്ള കോണ്ടന്റുകൾ പ്ലാൻ ചെയ്യാനുള്ള സമയമാണ്. അതിനായി ഒരു 1 month കോണ്ടന്റ് കലണ്ടർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനുള്ള ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളുടെ ഗോളുകൾ കൃത്യമായി സെറ്റ് ചെയ്യുക എന്നതാണ്. രണ്ടാമതായി നമ്മൾ സെറ്റ് ചെയ്ത ഗോളിനനുസരിച്ച് ഏത് ടൈപ്പ് കോണ്ടന്റ് ആണ് വേണ്ടുന്നതെന്ന് തീരുമാനിക്കാം. പിന്നെ മൂന്നാമതായി പോസ്റ്റിംഗ് സ്കെഡ്യൂൾ എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാം. അതായത് ഏതൊക്കെ പ്ലാറ്റ്ഫോമുകളിൽ ഏതൊക്കെ സമയത്താണ് കോണ്ടന്റുകൾ വരേണ്ടതെന്ന് നേരത്തെ കൃത്യമായി തീരുമാനിക്കുക. പിന്നെ നാലാമത്തേതായി ടോപ്പിക്കുകൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുക എന്നതാണ്. അതായത് എന്തൊക്കെ ടോപ്പിക്കുകളാണ് ഓഡിയൻസിന് താല്പര്യമുള്ളതെന്ന് വേണ്ട പോലെ ചിന്തിച്ച് മനസ്സിലാക്കുക. അവസാനമായി ഡെഡ് ലൈനുകൾ അസൈൻ ചെയ്യുക. അതായത് ഏതൊക്കെ കോണ്ടന്റുകൾ ഏതൊക്കെ സമയത്ത് പബ്ലിഷ് ചെയ്യണമെന്ന് കൃത്യമായി തീരുമാനിക്കുക. അതിനനുസരിച്ച് തന്നെ അവ പബ്ലിഷ് ചെയ്യുക. കോണ്ടന്റുകൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ കോണ്ടന്റുകളുടെ പെർഫോമൻസ് ട്രാക്ക് ചെയ്യുക എന്നതാണ് അടുത്ത പരിപാടി. അതിനായി ട്രാക്ക് ചെയ്യാൻ പറ്റിയ ചില ബേസിക് മെട്രിക്സ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ട്രാഫിക്, അതായത് എത്ര ആളുകൾ നമ്മുടെ സൈറ്റോ ബ്ലോഗോ ഒക്കെ വിസിറ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അതിനുവേണ്ടി ഗൂഗിൾ അനലിറ്റിക്സ് പോലുള്ള ടൂളുകൾ ഉപയോഗിക്കാം. എൻഗേജ്മെൻറ്റ്, ലൈക്സ്, ഷെയർസ്, കമൻറ്റ്സ്, ക്ലിക്ക് ത്രൂ റേറ്റ്സ് എന്നിവ നോക്കി ആളുകൾ നമ്മുടെ കോണ്ടന്റുമായി ഇൻട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കൺവേർഷൻസ്, അതായത് വിസിറ്റേഴ്സ് നമ്മൾ ഉദ്ദേശിക്കുന്ന ആക്ഷൻ എടുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. ബൗൺസ് റേറ്റ്, അതായത് എത്ര സമയമാണ് ആളുകൾ നമ്മുടെ കോണ്ടന്റുകളിൽ സ്റ്റേ ചെയ്യുന്നതെന്ന് പരിശോധിക്കുക. ഹൈ ബൗൺസ് റേറ്റ് ഉണ്ടെങ്കിൽ ആളുകൾ നമ്മളുടെ കോണ്ടന്റുമായി റെസനേറ്റ് ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം. ഈ പറഞ്ഞ മെട്രിക്സ് എല്ലാം റിവ്യൂ ചെയ്യുന്നതിലൂടെ നമ്മുടെ കോണ്ടന്റുകളുടെ പെർഫോമൻസ് നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ സാധിക്കും. എന്തായാലും കോണ്ടന്റ് മാർക്കറ്റിംഗ് പ്ലാൻ ചെയ്യുക എന്നുള്ളത് അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ലെന്ന് മനസ്സിലായില്ലേ? ഓഡിയൻസിനെ കൃത്യമായി മനസ്സിലാക്കുക, ഏതൊക്കെ ടൈപ്പ് കോണ്ടന്റുകളാണ് ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിക്കുക, കോണ്ടന്റ് കലണ്ടർ വേണ്ട പോലെ പ്ലാൻ ചെയ്യുക, അതേപോലെ തന്നെ കോണ്ടന്റുകളുടെ പെർഫോമൻസും ട്രാക്ക് ചെയ്യുക. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ അതിൻ്റെ വഴിയെ നടന്നോളൂ.